ഈ സംസ്ഥാനത്ത് നടത്താൻ സ്വകാര്യ ബസ് സമരം അതിന്റെ കാര്യം എന്തായി? സമരം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സമരം പിൻവലിച്ചു എന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ പറയുമ്പോഴും ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ സമരം പിൻവലിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്. ഇന്ന് ഗതാഗത മന്ത്രിയുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഭൂരിഭാഗം വരുന്ന ഉടമകൾ പറയുന്നത് ഞങ്ങൾ സമരം പിൻവലിച്ചു എന്ന്. വിദ്യാർത്ഥിയുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട അടുത്ത ആഴ്ച വിദ്യാർത്ഥി സംഘടനയുമായി ചർച്ച നടത്തുമെന്ന് കെ വി ഗണേഷ് കുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ 22-ാം തീയതി മുതലൊരു സമരം പ്രഖ്യാപിച്ചിരുന്നത്. സൂചനാ സമരം അവർ നടത്തി. അതിനുശേഷം ഒരു സമരത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരെ സമരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരോട് സംസാരിക്കണം, അതാണ് അതിൻ്റെ മര്യാദ എന്നുള്ളതുകൊണ്ട് അവർ വേണ്ടി ചർച്ച ചെയ്തു. ഏതാണ്ട് 99% കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്, അതില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും അതിനനുബന്ധമായി നമുക്കൊരു ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനവാകാം എന്ന നിലയിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി കൂടി ചേർന്നു. നിർഭൻ, ഈ വലിയൊരു എഫർട്ടാണ്, ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച, ഇനി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തും. പക്ഷേ ഈ ഉടമകളിൽ ഭൂരിപക്ഷം പേരും മാറിയെങ്കിലും കുറച്ചു പേർ സമരത്തിലുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ 90% വിഷയങ്ങളും സമരക്കാർ സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച സമരത്തിലെ ആവശ്യങ്ങളിലെ 90% കാര്യങ്ങളും സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് ഈ വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് മുതലാളിമാർ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യമാണ്. അത് സംബന്ധിച്ച് വിദ്യാർത്ഥി സംഘടനകളോടുകൂടി അഭിപ്രായം തേടേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് സെക്രട്ടറി അവരുമായി ചർച്ച നടത്തും. തുടർ ചർച്ച വേണമെങ്കിൽ വകുപ്പ് മന്ത്രിയുമായും വീണ്ടും ആശയവിനിമയം നടത്താൻ തയ്യാറാണ്. അവർ ഉന്നയിച്ച പെർമിറ്റിന്റെ വിഷയം, ഒപ്പം തന്നെ മറ്റ് ഈ കണ്ടക്ടർമാരുടെയും ക്ലീനർമാരുടെയും ഡ്രൈവർമാരുടെയും ഈ പോലീസ് വെരിഫിക്കേഷൻ വേണമെന്ന സർക്കാർ നിലപാട്, അത് തത്വത്തിൽ ഈ സ്വകാര്യ ബസ് മുതലാളിമാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ കാലങ്ങളായി ഉന്നയിക്കുന്ന 22-ന് സമരം പ്രഖ്യാപിക്കുമ്പോൾ, പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ അവരുന്നയിച്ച 90% വിഷയങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഈ സമരത്തിന്റെ ഭാഗമായി നിന്ന പണിമുടക്കിന് നോട്ടീസ് നൽകിയ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുമായി നടത്തിയ ഇതിന്റെ ചർച്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പുറത്തിറങ്ങിയ ഒരു വിഭാഗം ബസ് ഉടമകൾ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്ത ശേഷം മാത്രമേ തങ്ങൾ സമരം പിൻവലിക്കുകയുള്ളൂ. അത് കാലങ്ങളായി 6-7 വർഷമായി ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. അക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്നതാണ് മറ്റുള്ളവർ പറയുന്നത്. എന്തെന്നാൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം സംഘടനകൾ തമ്മിലുണ്ട്. പക്ഷേ ആ സംഘടനയും സമരം പിൻവലിക്കുമെന്ന് സമരത്തെ തുടരുമെന്ന് പറയുന്ന സംഘടനയും മന്ത്രി നടത്തിയ ചർച്ച അനുഭാവപൂർവ്വമായിരുന്നു. മന്ത്രിക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ചർച്ചയിൽ അവർ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ 22-ന് പ്രഖ്യാപിച്ച പണിമുടക്ക് സമരം പിൻവലിക്കുമോ എന്ന ചോദ്യത്തെ തങ്ങൾ ഇപ്പോൾ പിൻവലിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർ ചർച്ച നടക്കും. ചർച്ച സംബന്ധിച്ച് പോസിറ്റീവാണ്. ഭാഗികമായി സമരം പിൻവലിച്ചു എന്ന് തന്നെ, പണിമുടക്ക് പിൻവലിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പക്ഷേ മറ്റുള്ള ഈ പിൻവലിക്കാതിരിക്കുന്ന സംഘടനമായിട്ട് തുടർ ചർച്ച തുടരുകയും ഈ വിദ്യാർത്ഥി സംഘടനയുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്ന മുറയ്ക്ക് അവരെ അറിയിക്കുകയും ചെയ്യും സർക്കാർ. അജിംഷാദ്, മനു. ശരി, നിർഭനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.